ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ അന്വേഷണം. പോറ്റിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന പരാതിയിലാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണം നടക്കുക. അതിനിടെ കൊടിമര സ്വർണ്ണക്കൊള്ളയിൽ അടുത്തയാഴ്ച വിജിലൻസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയിലിൽ നിന്നിറങ്ങിയ തനിക്കെതിരെ കടകംപള്ളി സുരേന്ദ്രൻ ഗൂഢാലോചന നടത്തിയെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയിലാണ് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുന്നത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതി തുമ്പ പോലീസാണ് അന്വേഷിക്കുക. ഈടായി നൽകിയ ഭൂമി പോറ്റി മറിച്ചുവിറ്റെന്ന പരാതി കഴക്കൂട്ടം സ്വദേശിയാണ് പ്രത്യേക സംഘത്തിന് നൽകിയത്. നേരത്തെ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഭൂമി തിരികെ നൽകാമെന്ന ഉറപ്പിൽ പിൻവലിക്കുകയായിരുന്നു. വാക്കുപാലിക്കാത്തതോടെ വീണ്ടും പരാതി നൽകുകയായിരുന്നു. പരാതിക്ക് പിന്നിൽ കടകംപള്ളിയുടെ ഗൂഢാലോചനയാണെന്നാണ് പോറ്റിയുടെ വാദം. എന്നാൽ ആരോപണങ്ങൾ തള്ളുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ. എന്നെ അപമാനിക്കാൻ നമ്മുടെ സ്നേഹിതന്മാരിൽ ആരെങ്കിലും ഒരാൾ നടത്തിയ ഒരു നീചമായ ഗൂഢാലോചനയായിട്ട് മാത്രമേ പോറ്റിയുടെ ഈ പരാതിയെ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിലും പോയിട്ടില്ല. ഒരു പരാതിക്കാരിയുടെ സാമ്പത്തിക പ്രശ്നത്തിൽ ജീവിതത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലം സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പരാതിയുമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോലും ഞാൻ വിളിച്ചിട്ടില്ല. ഇത് ആരാണ്? ഏത് സ്ത്രീയാണിത്? നമുക്ക് പരിചയമില്ലാത്തതായിട്ടുള്ളൊരു പേര്. എനിക്ക് ആകെ പ്രതിഭയുള്ളത് പ്രതിഭ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. കഴക്കൂട്ടത്ത് മത്സരിക്കുമെന്ന വാർത്തകൾ വന്നതോടെയാണ് പുതിയ ആരോപണമെന്നും കടകംപള്ളി ആരോപിച്ചു. അതിനിടെ കൊടിമര സ്വർണ്ണക്കൊള്ളയിൽ മാർച്ച് 20-ന് വിജിലൻസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കായി സ്വർണം നൽകിയ 27 പേരിൽ 21 പേരുടെ മൊഴിയെടുത്തിട്ടുണ്ട്. മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ് ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ 6 പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയ മുൻ അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറുപ്പിന്റെ മൊഴിയും ഉടൻ രേഖപ്പെടുത്താനാണ് നീക്കം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.